നമസ്തേ, സ്പോക്കൺ ട്യൂട്ടോറിയൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അമ്മയും മോളും തമ്മിൽ ഉള്ള സംഭാഷണം ഹിന്ദിയിൽ പറഞ്ഞു പഠിക്കാം. അമ്മ മോളോട് ചോദിക്കുകയാണ്, മേര ചസ്മ കഹാ ഹേ? എൻ്റെ കണ്ണട എവിടെയാണ്? മേര ചസ്മ കഹാ ഹേ? മേര എൻ്റെ, ചസ്മ കണ്ണട, കഹാ ഹേ എവിടെയാണ്? മേര ചസ്മ കഹാ ഹേ? മാँ ने बेटी से क्या पूछा? അമ്മ മോളോട് എന്താണ് ചോദിച്ചത്? മേര ചസ്മ കഹാ ഹേ? എൻ്റെ കണ്ണട എവിടെയാണ്? മേര ചസ്മ കഹാ ഹേ? ആപ്നെ വ രസോയി മേ രക്കാ ഹേ? നിങ്ങളത് അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. മോൾ എന്താണ് പറയുന്നത്? ആപ്നെ വ രസോയി മേ രക്കാ ഹേ? നിങ്ങളത് അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളത് അടുക്കളയിൽ വെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് പറയുന്നത്? മുझे लगता है कि आपने वो रसोई में रखा है. ആപ്നെ നിങ്ങൾ, വ അത്, രസോയി അടുക്കള, രസോയി മേ അടുക്കളയിൽ, രഖ്ന വയ്ക്കുക, രഖ വെച്ചു, രക്കാ ഹേ വെച്ചിട്ടുണ്ട്. ആപ്നെ വ രസോയി മേ രക്കാ ഹേ? മാँ ने तब क्या कहा? അമ്മ അപ്പോൾ എന്താണ് പറഞ്ഞത്? तो तुम चश्मा लेकर आओ. എങ്കിൽ നീ പോയി കണ്ണട എടുത്തിട്ട് വാ. तो तुम चश्मा लेकर आओ. तो എങ്കിൽ, തും നീ, ചസ്മ കണ്ണട, ലേക്കർ എടുത്തിട്ട്, ആവോ വരൂ, ലേക്കർ ആവോ എടുത്തിട്ട് വരൂ. तो तुम ചസ്മ ലേക്കർ ആവോ. ലേക്കർ ജാവോ എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് പോകൂ എന്നാണ് അർത്ഥം. तो तुम ചസ്മ ലേക്കർ ആവോ, എങ്കിൽ നീ പോയി കണ്ണട എടുത്തിട്ട് വരൂ. बेटी ने चश्मा लेकर आया और क्या कहा? മോള് കണ്ണട എടുത്തിട്ട് വന്നു, എന്നിട്ട് എന്ത് പറഞ്ഞു? ये लो आपका चश्मा. ഇതാ നിങ്ങളുടെ കണ്ണട. ये लो आपका താങ്കളുടെ, ചസ്മ കണ്ണട. ചസ്മ പുല്ലിംഗ ശബ്ദമായതുകൊണ്ടാണ് ആപ്ക ചസ്മ എന്ന് പറയുന്നത്. ആപ്കി ചസ്മ എന്നല്ല. ये लो आपका चश्मा. बेटी तुम आज झाड़ू पोछा लगाओ. മോളെ നീ ഇന്ന് അടിച്ചുവാരി തുടയ്ക്കൂ. बेटी तुम आज झाड़ू पोछा लगाओ. बेटी മോളെ, തും നീ, ആജ് ഇന്ന്, ജാഡു പോച്ച ലഗാവോ അടിച്ചുവാരി തുടയ്ക്കൂ. ജാഡു ലഗാന അടിച്ചുവാരുക, പോച്ച ലഗാന തുടയ്ക്കുക. രണ്ടും കൂടെ ചേർത്ത് ജാഡു പോച്ച ലഗാന എന്ന് പറയാം. അടിച്ചുവാരി തുടയ്ക്കൂ എന്ന് പറയാൻ ജാഡു പോച്ച ലഗാവോ. ബേട്ടി തും ആജ് ജാഡു പോച്ച ലഗാവോ. ലേക്കിൻ ഉസേ കാം കർനെ കാ മൻ നഹീ താ. പക്ഷേ അവൾക്ക് ഇന്ന് പണി ചെയ്യാനുള്ള മനസ്സില്ലായിരുന്നു, താല്പര്യമില്ലായിരുന്നു എന്ന അർത്ഥത്തിൽ പറയാൻ ഉസേ കാം കർനെ കാ മൻ നഹീ താ. ഫിർ ഉസ്നെ ക്യാ കഹാ? പിന്നെ അവൾ എന്ത് പറഞ്ഞു? മുझे ആജ് ബഹുത് പടായി കർനി ഹേ. എനിക്കിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. മുझे ആജ് ബഹുത് പടായി കർനി ഹേ. മുझे എനിക്ക്, ആജ് ഇന്ന്, ബഹുത് പടായി കർനി ഹേ ഒരുപാട് പഠിക്കാനുണ്ട്. പറയുന്നത് ആണാണെങ്കിൽ എങ്ങനെ പറയാം? മുझे ആജ് ബഹുത് പടായി കർനാ ഹേ. तो पढ़ाई करो, घर का सारा काम मैं ही करूँगी. എങ്കിൽ പഠിക്കൂ, വീട്ടിലെ എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യാം. तो पढ़ाई करो, घर का सारा काम मैं ही करूँगी. तो എങ്കിൽ, पढ़ाई करो പഠിക്കൂ, घर का सारा काम വീട്ടിലെ, सारा काम എല്ലാ പണിയും, मैं ही ഞാൻ തന്നെ, करूँगी ചെയ്യാം. तो पढ़ाई करो, घर का सारा काम मैं ही
കരൂങ്കി. അമ്മ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ മോൾക്ക് തോന്നി അമ്മയ്ക്ക് തന്നോട് എന്തോ പിണക്കമുണ്ട് എന്ന്. അപ്പോൾ അവൾ എന്ത് പറഞ്ഞു? മുജിസെ നാരാജ് മത് ഹോ മാ. എന്നോട് പിണങ്ങല്ലേ അമ്മേ. മുജിസെ നാരാജ് മത് ഹോ മാം. മുജിസെ എന്നോട്, നാരാജ് പിണക്കം അല്ലെങ്കിൽ ദേഷ്യം എന്നൊക്കെ പറയാം. നാരാജ് മത് ഹോ പിണങ്ങരുത്. മുജിസെ നാരാജ് മത് ഹോ മാം. തോടി ദേർ കെ ബാദ് മേ ആപ്കി മദദ് കരൂങ്കി. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ സഹായിക്കാം. തോടി ദേർ കെ ബാദ് മേ ആപ്കി മദദ് കരൂങ്കി. തോടി ദേർ കെ ബാദ് കുറച്ചു നേരം കഴിഞ്ഞ്, മേ ഞാൻ, ആപ്കി നിങ്ങളെ, മദദ് കർന സഹായിക്കുക, മദദ് കരൂങ്കി സഹായിക്കാം. തോടി ദേർ കെ ബാദ് മേ ആപ്കി മദദ് കരൂങ്കി. മുജിസെ നാരാജ് മത് ഹോ മാ. തോടി ദേർ കെ ബാദ് മേ ആപ്കി മദദ് കരൂങ്കി. അബ് മുझे काम करने का मन नहीं है. मुझसे नाराज मत हो माँ. थोड़ी देर के बाद मैं आपकी मदद करूँगी. ഇത് കേട്ടപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? ടീക്കെ അബ് പടായി കരോ. ശരി, ഇപ്പോൾ പഠിക്കൂ. ടീക്കെ അബ് പടായി കരോ. ടീക്കെ ശരി, അബ് ഇപ്പോൾ, പടായി കരോ പഠിക്കൂ. ടീക്കെ അബി പടായി കരോ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ठीक है दोस्तों, अगले वीडियो में मिलते हैं. तब तक के लिए अलविदा.